ഹായ് ഫ്രണ്ട്സ്, നമ്മളെല്ലാവരും ഇൻ്റർനെറ്റിനകത്ത് പല കാര്യങ്ങൾ സെർച്ച് ചെയ്യാനായിട്ട് മൊബൈലിലായാലും കമ്പ്യൂട്ടറിലായാലും പലതരത്തിലുള്ള ബ്രൗസറുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ബ്രൗസർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സെർച്ച് ചെയ്യുന്നത്. കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ബ്രൗസർ എന്ന് പറയുന്നത് ഗൂഗിൾ ക്രോം ആയിരിക്കും. അതുപോലെ തന്നെ ഡെസ്ക്ടോപ്പ് മെഷീനിലാണെങ്കിൽ നമ്മൾ മോസില്ല ഫയർഫോക്സ് യൂസ് ചെയ്യാറുണ്ട്. സഫാരി ബ്രൗസറുണ്ട്. ഇനി മൊബൈലിലാണെങ്കിൽ തന്നെ ഡക്ക് എന്ന് പറയുന്ന ബ്രൗസറുണ്ട്. PSC ഒക്കെ എഴുതുന്ന ആൾക്കാരാണെങ്കിൽ അവർക്കറിയാൻ പറ്റും, പുഫിൻ എന്ന് പറയുന്ന ഒരു ബ്രൗസർ നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ പുതിയതായിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേറ്റ് വന്നിരിക്കുന്ന ജിയോയുടെ ഒരു ഇന്ത്യൻ നിർമ്മിത ബ്രൗസറും കൂടി ഇപ്പോൾ മാർക്കറ്റിലേക്ക് വന്നിട്ടുണ്ട്. JioPages എന്നാണ് ആ ഒരു ബ്രൗസറിൻ്റെ നെയിം. അപ്പോൾ ഈ ഒരു ബ്രൗസറിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് വന്നിട്ട് ഇപ്പോൾ ഏകദേശം ഒരാഴ്ചയോളം കഴിഞ്ഞിട്ടുണ്ട്. ഗൂഗിളിൻ്റെ പ്ലേ സ്റ്റോറിൽ ഈ ഒരു വെബ് ബ്രൗസർ ആപ്ലിക്കേഷൻ നമുക്ക് അവൈലബിൾ ആണ്. കഴിഞ്ഞ ഈ ഒരു 10 ദിവസം കൊണ്ട് തന്നെ ഏകദേശം 10 മില്യണിൽ അധികം ആളുകൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞു. 3 കാര്യങ്ങളാണ് കമ്പനി നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത്: സേഫ്, ഫാസ്റ്റ്, അൺഇൻറ്ററപ്റ്റഡ് ബ്രൗസിംഗ്. ഈ 3 കാര്യങ്ങൾ ലക്ഷ്യം വെച്ചിട്ടാണ് ആ ഒരു ബ്രൗസർ റിലീസ് ചെയ്തതെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ബ്രൗസറിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ഡയറക്റ്റായിട്ട് മൊബൈൽ സ്ക്രീനിലൂടെ തന്നെ നോക്കാം. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് അതിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷനും കൂടി സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞാനിതുപോലെ അപ്ലോഡ് ചെയ്യുന്ന യൂസ്ഫുൾ ആയിട്ടുള്ള എല്ലാ വീഡിയോസും പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് ഫോണിനുള്ളിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മൊബൈൽ സ്ക്രീനിലോട്ട് പോകാം. ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യാം. പ്ലേ സ്റ്റോറിനുള്ളിൽ JioPages എന്ന് സെർച്ച് ചെയ്യാം. ഈ കാണുന്നതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റും, ഏകദേശം 10 മില്യൺ പ്ലസ് ഡൗൺലോഡ്സ് വന്നിട്ടുണ്ട്. ഇൻസ്റ്റാൾ ചെയ്യുക. ബ്രൗസർ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയിട്ട് വന്നിട്ടുണ്ട്. JioPages ഓപ്പൺ ചെയ്യാം. ഫാസ്റ്റ്, സേഫ്, ഇന്ത്യൻ ബ്രൗസർ എന്ന് പറയുന്നുണ്ട്. ഐ എഗ്രി എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ ഈ ഒരു ബ്രൗസറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനുള്ളിൽ നമുക്ക് 8 ലാംഗ്വേജസിൽ ബ്രൗസ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനകത്ത് ഒരു ലാംഗ്വേജാണ് മലയാളം എന്നുള്ളത് ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ ബ്രൗസ് ചെയ്യാനായിട്ട് ഇംഗ്ലീഷ് തന്നെയാണ് സെലക്ട് ചെയ്യുക. അതുകൊണ്ട് ഇംഗ്ലീഷ് തന്നെ സെലക്ട് ചെയ്യുന്നു, കണ്ടിന്യൂ ചെയ്യുക. പിന്നെയുള്ളൊരു ഫംഗ്ഷനാണ് കേട്ടോ, അതായത് ബ്രൗസർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഹോം പേജിൽ ഏതൊക്കെ ടോപ്പിക്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ ഷോ ചെയ്യിക്കണമെന്നുള്ളത്. ഇപ്പോൾ പൊളിറ്റിക്സ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ പൊളിറ്റിക്സ്, ടെക്ക്, എൻ്റർടൈൻമെൻറ്റ്, ബിസിനസ്, സ്പോർട്സ്, അങ്ങനെ പല ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഓപ്ഷൻസ് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ഇനി അങ്ങനെ സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നീട് മാറ്റണമെന്നുണ്ടെങ്കിൽ സെറ്റിങ്സിനുള്ളിൽ പോയി പേഴ്സണലൈസേഷനകത്ത് ന്യൂസ് എന്നുള്ള ഓപ്ഷനിൽ കയറി ചേഞ്ച് ചെയ്യാനും പറ്റുമെന്ന് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലുമൊക്കെ കൊടുത്തിട്ട് സെലക്ട് ചെയ്ത് കണ്ടിന്യൂ കൊടുക്കാനായിട്ട് പറ്റും. ഞാനിപ്പോൾ ടെക് ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്തു, കണ്ടിന്യൂ എന്ന് കൊടുക്കുന്നു. നെക്സ്റ്റ് കൊടുക്കുക, നെക്സ്റ്റ് കൊടുക്കുക, നെക്സ്റ്റ് കൊടുക്കുക. വരുന്ന പ്രോംപ്റ്റുകളൊക്കെ തന്നെ നെക്സ്റ്റ് കൊടുത്തിട്ട് ഫിനിഷ് ചെയ്താൽ മതിയാവും. അപ്പോൾ ഫിനിഷൊക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും ഇങ്ങനെ ഒരു ഹോം പേജ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. ഇപ്പോൾ ഗൂഗിൾ ആണെങ്കിലും അതിൽ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ സാധിക്കില്ല ഓരോ ദിവസത്തെ പ്രത്യേകത. ഇപ്പോൾ ഒക്ടോബർ 31 പ്രത്യേകതയൊക്കെ വളരെ മനോഹരമായിട്ട് ഇവിടെ തന്നിട്ടുണ്ട്. ഇനി താഴേക്ക് നോക്കുക, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഇപ്പോൾ ആമസോൺ, ബുക്ക് മൈ ഷോ, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, പിന്നെ ജിയോയുടെ കുറേ പ്രൊഡക്റ്റുകൾ, ഇങ്ങനെ കുറേ ഷോർട്ട് കട്ടുകൾ ഓൾറെഡി നമുക്കവിടെ അവൈലബിൾ ആണ്. അപ്പോൾ അതേ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഡയറക്റ്റ് അങ്ങോട്ടേക്ക് പോകാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ ആ ഒരു ഇൻസ്റ്റാൾ ചെയ്ത് വന്ന വഴിക്ക് ഞാൻ ടെക് എന്ന് പറഞ്ഞിട്ട് സെലക്ട് ചെയ്ത് കൊടുത്തായിരുന്നു. അത് കാണണമെന്നുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന ഹോമിൻ്റെ റൈറ്റ് സൈഡ് കിടക്കുന്നത്, ഇപ്പോൾ യൂട്യൂബിലെ ട്രെൻഡിങ് എന്നൊക്കെ പറയുന്നത് പോലെ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്യുമ്പോഴത്തേക്കിന് ടെക് ന്യൂസുകൾ ഈ രീതിയിൽ കാണാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ ബ്രൗസറിൻ്റെ ബുക്ക് മാർക്ക്, ഹിസ്റ്ററി, ഡൗൺലോഡ്സ് വളരെ വ്യക്തമായിട്ട് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ കാണാൻ പറ്റുന്ന രീതിയിൽ കിടപ്പുണ്ട്. ഏറ്റവും താഴെ റൈറ്റ് സൈഡിൽ കാണുന്ന ആ ഒരു 3 ഡാഷസിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. പല ഓപ്ഷൻസ് ഉണ്ട്. ഇതിനകത്തുള്ള ഇൻകോഗ്നിറ്റോ ടാബ് ഉണ്ട്. പ്രൈവറ്റ് ബ്രൗസിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഡെസ്ക്ടോപ്പിലൊക്കെ യൂസ് ചെയ്യുന്ന ഇൻകോഗ്നിറ്റോ ടാബ് ഇവിടെ ഈ ഒരു മൊബൈൽ ബ്രൗസറിനുള്ളിൽ അവൈലബിൾ ആണ്. മറ്റുള്ളവരിൽ നിന്നും ഉള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്യുമ്പോഴേക്കും നമുക്കിവിടെ പിൻ സെറ്റ് ചെയ്യാം. അതായത് പ്രൈവറ്റ് ബ്രൗസിങ്ങിനെ നമുക്ക് പിൻ സെറ്റ് ചെയ്തിട്ട് സെക്യൂർ ആക്കി വെക്കാൻ പറ്റും. അപ്പോൾ വേറൊരാൾ നമ്മളുടെ മൊബൈൽ എടുത്തു കഴിഞ്ഞാലും ആ ആളിന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു ബ്രൗസറിലൂടെ സെർച്ച് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് കാണാനായിട്ട് പറ്റത്തില്ല. അത് വളരെ നല്ലൊരു അഡ്വാൻറ്റേജ് ആണ് മറ്റുള്ള ബ്രൗസറുകളെ വെച്ച് നോക്കുമ്പോഴത്തേനും. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രൈവറ്റ് ബ്രൗസിങ് ചെയ്യാം, വേറൊരാൾക്ക് ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ ആ ആൾ ഇവിടെ സാധാരണ രീതിയിൽ ഈ ഒരു ഹോം പേജിൽ നിന്ന് ബ്രൗസ് ചെയ്ത് എടുത്തോളും. പക്ഷേ നമ്മൾ ബ്രൗസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഇൻകോഗ്നിറ്റോ ടാബ് ഉപയോഗിച്ചിട്ട് പ്രൈവറ്റ് ബ്രൗസിങ് ചെയ്യാം. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കിന് ഇവിടെ പിൻ സെറ്റ് ചെയ്യാനായിട്ടാണ് പറയുന്നത്. പിന്നീട് നമുക്ക്
സെക്യൂരിറ്റി എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അവിടെ പോയിട്ട് പിൻ ചേഞ്ച് ചെയ്യാനായിട്ടൊക്കെ സാധിക്കുന്നതായിരിക്കും. സെറ്റിങ്സ് എടുത്ത് കഴിയുമ്പോഴേക്കും സെക്യൂരിറ്റി എന്നുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ മൊബൈൽ ബ്രൗസറുകളെ വെച്ച് നോക്കുമ്പോൾ അത് നല്ലൊരു ഓപ്ഷനാണ്. അടുത്തതായിട്ട് ഈ ബ്രൗസറിനുള്ളിൽ ആ ഒരു 3 ഡാഷസ് തന്നെ സെലക്ട് ചെയ്യുമ്പോഴത്തേക്കിന് തീംസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ലൈറ്റ് തീം വേണോ ഡാർക്ക് തീം വേണോ എന്നൊക്കെ അവിടെ നിന്ന് സെലക്ട് ചെയ്ത് ചൂസ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ഒന്നും ഞാൻ കാണിച്ചു തരേണ്ട ആവശ്യമില്ല. നമ്മളെല്ലാ ആപ്ലിക്കേഷനും ലൈറ്റ് തീമും ഡാർക്ക് തീമും ഒക്കെ ഉപയോഗിക്കുന്നതാണ്. പിന്നെ ഡെസ്ക്ടോപ്പ് വ്യൂവിൽ കാണാനായിട്ട് നല്ല പക്കായിട്ട് ഡെസ്ക്ടോപ്പിൻ്റെ ഒരു ഐക്കണൊക്കെ തന്നിട്ട് അടിപൊളിയായിട്ടുണ്ട്. അങ്ങനെ ഒരു ഓപ്ഷനൊക്കെ തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഉപകാരപ്പെടുന്ന വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ബുക്ക് മാർക്സ് ഓപ്ഷനാണ്. അപ്പോൾ ബുക്ക് മാർക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, നമ്മൾ ഒരു കയറിയിട്ടുള്ള വെബ്സൈറ്റിൻ്റെ ബുക്ക് മാർക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ പിന്നീട് അതിലേക്ക് കയറാനായിട്ട് ഒരു ഷോർട്ട് കട്ട് പോലെ യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഇൻകോഗ്നിറ്റോ ബുക്ക് മാർക്കുകളും അവൈലബിൾ ആണ്. അതായത് നമുക്ക് പ്രൈവറ്റ് ആയിട്ട് വെക്കേണ്ട കണ്ടൻറ്റുകൾ നമ്മൾ ഏതൊക്കെ ബുക്ക് മാർക്കാണ് സേവ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അത് ഇവിടെ പിൻ സെറ്റ് ചെയ്തിട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ മറ്റുള്ളവരത് കാണത്തില്ല. വേറൊരാൾ മൊബൈൽ ഫോൺ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ബുക്ക് മാർക്ക് അവർക്ക് കാണാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ മറ്റുള്ള മൊബൈൽ ബ്രൗസറുകളെ വെച്ച് നോക്കുമ്പോഴത്തേക്കിനും പ്രധാനമായിട്ടും 3 ഫംഗ്ഷനാണ് ഈ ഒരു മൊബൈൽ ബ്രൗസറിനെ ഇത്രയും പേര് ഡൗൺലോഡ് ചെയ്യാനായിട്ടിടയായത്. ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് മറ്റുള്ളതിനേക്കാളും ഫാസ്റ്റാണ്. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് ഇൻകോഗ്നിറ്റോ ടാബിനകത്ത് നമുക്ക് പിൻ സെറ്റ് ചെയ്തിട്ട് സെക്യൂറായിട്ട് പ്രൈവറ്റ് ബ്രൗസിങ് നടത്താനായിട്ട് പറ്റും. അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യം ബുക്ക് മാർക്കിനകത്തും നമുക്ക് ഇൻകോഗ്നിറ്റോ ബുക്ക് മാർക്കുകൾ പിൻ സെറ്റ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കിയോ. നല്ലൊരു മൊബൈൽ ബ്രൗസറാണ്. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്ത് സുഹൃത്തുക്കൾക്കൊക്കെ എത്തിച്ചു കൊടുക്കാം. കമൻറ്റ് ചെയ്ത അഭിപ്രായങ്ങളൊക്കെ വീഡിയോയുടെ തൊട്ട് താഴെ രേഖപ്പെടുത്തുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം. നോട്ടിഫിക്കേഷൻസ് ലഭിക്കാനായിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് അതിലെ ഓൾ എന്ന് പറയുന്ന ഓപ്ഷനും കൂടെ സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് പുതിയൊരു കണ്ടൻറ്റുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.